ലോകത്ത് പ്രധാനമായും രണ്ട് തരം ആനകളാണുള്ളത്. ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും. ഇവരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ആഫ്രിക്കൻ ആനകളുടെ ചെവികൾ വളരെ വലുതായിരിക്കും, ഏതാണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭൂപടം പോലെ. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏഷ്യൻ ആനകളുടെ ചെവികൾ ചെറുതായിരിക്കും. കൂടാതെ ആഫ്രിക്കൻ ആനകൾക്കാണ് വലിപ്പവും ഭാരവും കൂടുതൽ. ആഫ്രിക്കൻ ആനകളിൽ ആണാനകൾക്കും പെണ്ണാനകൾക്കും കൊമ്പുണ്ടാകും. എന്നാൽ ഏഷ്യൻ ആനകളിൽ ആണാനകൾക്ക് കൊമ്പന്മാർക്ക് മാത്രമേ കൊമ്പുണ്ടാകൂ. പെണ്ണാനകളെ നമ്മൾ പിടിയാനകൾ എന്ന് വിളിക്കുന്നു. ആനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സംശയമില്ല, അവരുടെ തുമ്പിക്കൈ തന്നെ. ഇതൊരു സാധാരണ മൂക്കല്ല. ഇതിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം പേശികൾ, മസിൽസ് ഉണ്ട്. ഇതിലൂടെ അവർക്ക് ശ്വസിക്കാനും മണം പിടിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും സാധിക്കും. ഒരു വലിയ മരം പിഴുതെടുക്കാനുള്ള ശക്തിയും നിലത്ത് കിടക്കുന്ന ഒരു ചെറിയ നാണയം വരെ കൃത്യമായി എടുക്കാനുള്ള വിരൽ പോലുള്ള സൂക്ഷ്മതയും ഈ തുമ്പിക്കൈക്കുണ്ട്. ഒരു തവണ ഇതിൽ ഏകദേശം 8 മുതൽ 10 ലിറ്റർ വരെ വെള്ളം ഉൾക്കൊള്ളാൻ ആനകൾക്ക് കഴിയും. ഇത്രയും വലിയൊരു ശരീരമുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണത്തിന്റെ അളവും വളരെ കൂടുതലാണ്. ഒരു മുതിർന്ന ആനയ്ക്ക് ഒരു ദിവസം ഏകദേശം 150 കിലോഗ്രാം വരെ ഭക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ 16 മണിക്കൂറിലധികം സമയം ഇവർ ഭക്ഷണ സമ്പാദനത്തിനായി മാത്രം ചിലവഴിക്കുന്നു. പുല്ല്, ഇലകൾ, മരത്തിന്റെ തൊലികൾ, പഴങ്ങൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇത്രയൊക്കെ കഴിച്ചാലും ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി മാത്രമേ ശരീരത്തിൽ ദഹിക്കുകയുള്ളൂ. ആനകളുടെ കുടുംബജീവിതം വളരെ മാതൃകാപരമാണ്. ഇവർ കൂട്ടമായാണ് ജീവിക്കുന്നത്. ഈ കൂട്ടത്തെ നയിക്കുന്നത് കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്നതും പരിചയസമ്പന്നതുമായ ഒരു പെണ്ണാനയായിരിക്കും. എവിടെയാണ് വെള്ളമുള്ളത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പെണ്ണാനയാണ്. കൂട്ടത്തിലെ ആണാനകൾക്ക് ഏകദേശം 12-15 വയസ്സാകുമ്പോൾ അവർ കൂട്ടം പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങും. പെണ്ണാനകൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് തന്നെയായിരിക്കും കഴിയുക. എലഫന്റ് മെമ്മറി എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. കാരണം ആനകളുടെ ഓർമ്മശക്തി അത്രയ്ക്ക് ശക്തമാണ്. വർഷങ്ങൾക്ക് മുൻപ് കണ്ട പരിചയമുള്ള വഴികളും വെള്ളമുള്ള സ്ഥലങ്ങളും തങ്ങളെ ഉപദ്രവിച്ചവരെയോ അല്ലെങ്കിൽ സ്നേഹിച്ചവരെയോ ഒക്കെ കൃത്യമായി ഓർത്തുവയ്ക്കാൻ ഇവർക്ക് കഴിയും. മൃഗങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ളത് ആനകൾക്കാണ്. ഇവർക്ക് മനുഷ്യരെ പോലെ തന്നെ സന്തോഷം, സങ്കടം, കോപം, പരസ്പരമുള്ള സഹതാപം, എമ്പത്തി എന്നീ വികാരങ്ങളും ഒക്കെയുണ്ട്. കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ആന ചരിഞ്ഞാൽ, മരിച്ചാൽ ഇവർ മനുഷ്യരെ പോലെ ദുഃഖം ആചരിക്കാറുണ്ട്. ആനകൾ എപ്പോഴും ശരീരത്തിൽ ചെളിയും മണ്ണും വാരിയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആളുകൾ വിചാരിക്കും ഇത് വൃത്തികേടാണെന്ന്. എന്നാൽ ഇത് അവരുടെ നാച്ചുറൽ സൺസ്ക്രീനാണ്. വെയിലിൽ നിന്നും കൊതുകുകളിൽ നിന്നും തങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കാനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ആനകൾ എപ്പോഴും ചെവിയാട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആനകളുടെ ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികൾ, സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അതുകൊണ്ട് വലിയ ചെവികൾ വീശുന്നതിലൂടെ ശരീരത്തിലെ ചൂട് പുറന്തള്ളി ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ആനകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വിത്തുകൾ വിതറാനും മറ്റു മൃഗങ്ങൾക്ക് വഴിവെട്ടാനും ഇവർ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗജവീരന്മാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആനകളെക്കുറിച്ചുള്ള ഈ വിവരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ കാര്യം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സൂപ്പർ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.